ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ ഒരു ചാരസംഘടനയാണ് മൊസാദ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളെയൊക്കെ മനസ്സിൽ മൊസാദാണ് ഓർമ്മ വരിക. ലോകത്ത് നിർണായകമായ പല രഹസ്യ ഓപ്പറേഷനുകളും വിജയകരമായി നടത്തിയത് കൊണ്ടാണ് മൊസാദ് പ്രശംസിക്കപ്പെടുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഓപ്പറേഷൻ എൻഡബി. 1976 എയർ ഫ്രാൻസിന്റെ ഒരു വിമാനം പലസ്തീൻ പോപ്പുലർ ഫ്രണ്ട് അതല്ലെങ്കിൽ PFLP എന്ന ഒരു സംഘടന തട്ടിയെടുത്തുകൊണ്ട് ഉഗാണ്ടയിലെ എൻഡബി എയർപോർട്ടിൽ ഇറങ്ങി വിമാനത്തിലുണ്ടായിരുന്ന ജൂതരെ ബന്ദികളാക്കിയപ്പോൾ ഈ മൊസാദ് ഇടപെട്ടുകൊണ്ട് ആ ബന്ദികളെല്ലാം മോചിപ്പിച്ചതും അന്നത്തെ അവരുടെ ഓപ്പറേഷൻ രീതികളുമൊക്കെ അക്കാലത്ത് പത്രങ്ങളിൽ വലിയ സംഭവമായി വാർത്തയായിട്ട് അല്ലെങ്കിൽ ചർച്ചകളായിട്ടൊക്കെ വിളംബരം ചെയ്യപ്പെട്ടിരുന്നു. പിന്നെ അതുപോലെ മറ്റൊരു ഓപ്പറേഷനാണ് റാത്ത് ഓഫ് ഗോഡ് എന്നുള്ളത്. 1979 മ്യൂണിക്ക് ഒളിമ്പിക്സിനിടെ പലസ്തീനികൾ 11 ഇസ്രായേലി കായിക താരങ്ങളെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരമായിട്ട് ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ബ്ലാക്ക് സെപ്റ്റംബർ എന്നൊരു സംഘടനയിലെ അംഗങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഈ മൊസാദ് കൊലപ്പെടുത്തുകയുണ്ടായി. അത് കുറെ വർഷമെടുത്താണ് അവർ ചെയ്തത്. കുറെ വർഷങ്ങൾ കൊണ്ടാണ് ചെയ്തെങ്കിലും അതൊക്കെ വലിയ സംഭവമായിട്ട് പിന്നീട് ചിത്രീകരിക്കപ്പെട്ടു. ഇവരുടെ കഴിവായിട്ടൊക്കെ ആണ് അതിനെക്കുറിച്ച് അന്ന് പറഞ്ഞിരുന്നത്. പിന്നെയുള്ള അവരുടെ മറ്റൊരു ഓപ്പറേഷൻ ഐക്മാൻ ട്രാപ്പിംഗ് എന്നുള്ളതാണ്. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജൂതന്മാരെല്ലാം കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി നേതൃത്വം നൽകിയ നാസികളുടെ ഒരു സൈനിക മേധാവിയായ അഡോൾഫ് ഐക്മാൻ എന്ന് പറഞ്ഞ ഒരാളെ പിടികൂടാൻ വേണ്ടി മൊസാദ് നടത്തിയ ഒരു ഓപ്പറേഷനെയാണ് ഐക്മാൻ ട്രാപ്പിംഗ് എന്നൊക്കെ ഇവർ വലിയ പേരിട്ട് വിളിക്കുന്നത്. രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ജർമ്മനി എല്ലാം തോറ്റ് ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തതിനു ശേഷം ഇയാൾ നേരെ അർജന്റീനയ്ക്ക് മുങ്ങി അവിടെ ഒളിവിൽ കഴിയുകയാണ്. അപ്പോൾ 15 കൊല്ലം കൊണ്ട് ഇയാളെ കണ്ടെത്തിയിട്ട് 1960 ഇയാളെ ഒരു ദിവസം ഈ മൊസാദ് രഹസ്യമായിട്ട് പിടികൂടി നേരെ ഇസ്രായേലിലേക്ക് കടത്തിക്കൊണ്ടു പോവുകയും അവിടെ വെച്ച് ഇയാളെ വിചാരണ ചെയ്ത് കൊല്ലുകയൊക്കെ ചെയ്ത ഒരു സംഭവമാണിത്. ഇത് മൊസാദിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധീരമായ ഒരു ഇടപെടൽ എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പിന്നെ ഉള്ളത് ഓപ്പറേഷൻ മോസസ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. 1984 എത്യോപ്യയിൽ കടുത്ത പട്ടിണി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അന്ന് അവിടെ ഉണ്ടായിരുന്ന കുറേ ജൂതന്മാർ ഈ പട്ടിണിയിലും ദുരിതത്തിലും ഒക്കെ പെട്ടപ്പോൾ ഏതാണ്ട് 8000-ഓളം പേരാണ് കേട്ടോ. ഇവരെല്ലാം കൂടെ ഈ മൊസാദ് അവിടുന്ന് നേരെ കടത്തിക്കൊണ്ട് സുഡാനിലെത്തുകയും അവിടുന്ന് പിന്നെ നേരെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അതിപ്പോൾ ഏതെങ്കിലും രാജ്യത്തൊരു യുദ്ധം ചെയ്ത് വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇന്ത്യക്കാരെ കടത്തിക്കൊണ്ട് വന്നു എന്ന് പറയുന്നത് വലിയ സംഭവമായിട്ടൊക്കെ ആരും വാഴ്ത്തിപ്പാടാറില്ല. പക്ഷെ മൊസാദ് ചെയ്താൽ അതൊരു വലിയ സംഭവമാണ്. എത്യോപ്യ പട്ടിണി നടന്ന ജൂതന്മാരെ ഒരു ദിവസം മൊസാദ് അവിടുന്ന് കയറ്റിക്കൊണ്ട് പോകുന്നു. ഇതൊക്കെ വലിയ സംഭവമാണ്. എന്നാൽ എത്യോപ്യയിലെ ജനങ്ങൾക്ക് ഭക്ഷണം എത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു രസകരമായിട്ട് തോന്നിയാണ്. ഇതല്ല ജൂതന്മാരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോയെന്ന് അതിൻ്റെ കാര്യം ഇരിക്കുന്നു. അതിലിപ്പോൾ എത്യോപ്യ അറിയാതെയായിരിക്കും കൊണ്ടുപോയത്, അതിനെന്നാ കാര്യം. പക്ഷെ ഇതൊക്കെ ഇവർ വലിയൊരു മഹത്വമായിട്ട് ഇങ്ങനെ ആഘോഷിക്കുന്ന സംഭവമാണ്. എന്നാൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഉമ്മാരുടെ ഇതൊക്കെ ഒരു വലിയ പഴങ്കഥയായിട്ടാണ് ഇക്കാലത്ത് മാറിയിട്ടുള്ളത്. പുതിയ കാലത്ത് മൊസാദ് തീർത്തും പരാജയമാണെന്ന് ഇസ്രായേലി ഇന്റലിജൻസും നെതന്യാഹുവും പോലും വിശ്വസിക്കുന്നു. അന്ന് ഇസ്രായേലി ടെക്നോളജി ലോകത്ത് വലിയ സംഭവമായതുകൊണ്ട് അവരുടെ ഓപ്പറേഷനുകളും അവരുടെ ഇതിൻ്റെ രീതികളും എല്ലാം വലിയ വാഴ്ത്തപ്പെടുകയുണ്ടായത്. ഇന്നതല്ല, ഇന്ന് ബംഗ്ലാദേശിന് പോലും വലിയ ടെക്നോളജിയാണ് ഉള്ളത്. അവരുടെ ഇൻ്റലിജൻസ് പോലും ഇതിനേക്കാൾ നന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത്, മൊസാദിനേക്കാൾ നന്നായിട്ട്. സാധാരണ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലിൻ്റെ മൊസാദിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ പെണ്ണും പണമൊക്കെ കൊടുത്തുകൊണ്ട് ഓരോ രാജ്യത്തുള്ള അവർക്ക് ശത്രുതയുള്ള അവിടുത്തെ ഉന്നത മേധാവികളെ കൊലപ്പെടുത്തുകയോ തട്ടിക്കൊണ്ട് പോവുകയൊക്കെയാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ ലോകം പലപ്പോഴായി ചർച്ച ചെയ്ത് എല്ലാവർക്കും ഇത് മനസ്സിലാകാൻ തുടങ്ങി. ഉമ്മാരുടെ ഓപ്പറേഷൻ്റെ രീതി എല്ലാവർക്കും മനസ്സിലായതോടുകൂടി ഇപ്പം ഇത്തരം ഉന്നത മേധാവികൾക്ക് എല്ലാ രാജ്യങ്ങളും കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയതോടെ മൊസാദിൻ്റെ ആ പണി ഏതാണ്ടൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. ഇപ്പം മൊസാദിൻ്റെ ഇത്തരം ഉടായ്പൊക്കെ വെറും അമ്മമ്മ കഥ പോലെയാണ് ആൾക്കാർ പറയുന്നത്. ഇസ്രായേലിന് പോലും ഇപ്പം മൊസാദ് എന്ന് പറഞ്ഞാൽ പുല്ല് വിലയാണ്. ഇങ്ങനെ വരാൻ കാരണം ഈ മൊസാദ് ഓരോ ഓപ്പറേഷനും എടുക്കുന്ന അവരുടെ കാലതാമസം കൊണ്ടാണ്. 5 വർഷം എടുത്തിട്ടാണ് ഹിസ്ബുള്ളയ്ക്ക് മേലെ ഒരു പേജർ ആക്രമണം നടത്താൻ മൊസാദിന് കഴിഞ്ഞത്. ഇങ്ങനെ ഓരോ ആക്രമണം 10-15 കൊല്ലം എടുത്താൽ ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് പ്രയോജനം. അല്ലാണ്ടിലും സംക്രാന്തിക്ക് ഒരു ഓപ്പറേഷൻ നടത്തിയെന്ന് പറഞ്ഞ് അത് വലിയ ധീര കൃത്യമൊന്നും ആകുകയില്ല. അതാർക്കും ചെയ്യാം. നന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ഏത് ഓപ്പറേഷനും ഏത് രാജ്യത്തിനും നടത്താൻ കഴിയും. അത് മൊസാദിന് മാത്രമല്ലല്ലോ. പക്ഷേ അവർക്ക് സ്തുതിപാഠകരുള്ളതുകൊണ്ടാണ് ഇതിനെ വലിയ വിശേഷിപ്പിക്കപ്പെടുന്നത്. മൊസാദ് മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ പഴയ ഇതൊന്നും ഇന്നത്തെ കാലത്ത് മൊസാദിന് ഇല്ല എന്നുള്ളതാണ്. ഇസ്രായേലിന് 3 ഇൻ്റലിജൻസ് വിഭാഗമാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മൊസാദ് എന്നോർക്കണം. അത് ഈ മൊസാദ് എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയാണ്. ഇസ്രായേൽ പോലെ ലോകം മുഴുവൻ വെറുക്കുന്ന ഒരു രാജ്യത്തിൻ്റെ വിദേശ ചാര ഏജൻസിയുടെ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ എന്ന രാജ്യം പോലും ഇപ്പം നിലനിൽക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അതിൽ വീഴ്ച സംഭവിച്ചാൽ ഇസ്രായേൽ പിന്നെ ബാക്കി ഉണ്ടാവില്ല.
ശരിക്കും പറഞ്ഞാൽ ഈ മൊസാദിന്റെ പരാജയത്തിന്റെ പ്രധാന ലക്ഷണമായിട്ട് നമുക്ക് കാണാവുന്നത് ഇന്ന് ഇസ്രായേൽ സ്ഥിരമായി യുദ്ധത്തിൽ കുടുങ്ങിക്കിടക്കുന്നതാണ്. ശത്രു രാജ്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിയാത്തത് കൊണ്ടാണ് ഇസ്രായേൽ ഇവരില്ലായിട്ട് പോയി യുദ്ധം ചെയ്യുന്നതും ഈ യുദ്ധത്തിലേക്ക് പെട്ടുപോകുന്നതും. ഇസ്രായേലിന് പുറത്തു നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുക, അതല്ലെങ്കിൽ ഭീകരാക്രമണങ്ങൾ തടയുക, ശത്രു രാജ്യങ്ങളുടെ ആണവ പരിപാടികൾ നിരീക്ഷിക്കുക, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ വ്യക്തികളെയും അതുപോലെ തന്നെ സംഘടനകളെയൊക്കെ കണ്ടെത്തിക്കൊണ്ട് അവരെ നശിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ഒരുപാട് ചുമതലകളാണ് ഈ മൊസാദിന്റെ മേലുള്ളത്. പക്ഷേ ഇതെല്ലാം ഇപ്പൊ ഗോവിന്ദയാണ് എന്നുള്ളതാണ് സത്യം. അവർക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇവർക്ക് ഒരു വിവരവും ഒരിടത്തും ശേഖരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ മൊസാദ് അപ്രസക്തമായി പോയത്. മൊസാദിന്റെ ഒരു വിവരവും എങ്ങും കേൾക്കാനില്ല. പിന്നെയുള്ള ഇസ്രായേലിലെ മറ്റൊരു ഏജൻസി ഷിൻബെറ്റ് ആണ്, ഈ രഹസ്യാന്വേഷണ ഏജൻസി എന്ന് പറയുന്നത്. നെതന്യാഹുവിന് ഈ മൊസാദിനേക്കാൾ വിശ്വാസം ഷിൻബെറ്റിനെയാണ്. ഈ ഷിൻബെറ്റിനെ സംബന്ധിച്ച് ആഭ്യന്തര സുരക്ഷയുടെ ഉത്തരവാദിത്തമാണ് അവർക്കുള്ളത്. നെതന്യാഹുവിന്റെ സുരക്ഷയുടെ ഉത്തരവാദിത്തം പോലും ഷിൻബെറ്റിനാണുള്ളത്. അവർ രാജ്യത്തിനകത്ത് നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ചാരവൃത്തി, രാഷ്ട്രീയ അട്ടിമറികൾ, ഇതെല്ലാം തപ്പിപ്പിടിക്കേണ്ട ഉത്തരവാദിത്തമാണുള്ളത്. അതുപോലെ തന്നെ ഗാസ, വെസ്റ്റ് ബാങ്ക് തുടങ്ങി ഇസ്രായേൽ അനധികൃതമായി പിടിച്ചു വെച്ചിരിക്കുന്ന ചില പലസ്തീന്റെ പ്രദേശങ്ങളുടെ സുരക്ഷ ഷിൻബെറ്റിന്റെ ഉത്തരവാദിത്തത്തിലാണുള്ളത്. അതിൽ ഇവന്മാരും കടുത്ത തോൽവിയാണ് എന്ന് വേണം പറയാം. ഇസ്രായേലിനകത്ത് നടക്കുന്ന സ്ഫോടനങ്ങളും അതുപോലെ വെടിവെപ്പുകളും കൊലപാതകങ്ങളും, പിന്നെ ഇസ്രായേലികൾ മുഴുവൻ ഇപ്പം ചാരന്മാരാണ്. ഇറാന് വിവരങ്ങൾ ചേർത്ത് കൊടുക്കുന്ന ചാരവിഭാഗത്തിൽപ്പെട്ടവരാണ് ഇസ്രായേലിലെ ഒരുപ്പെട്ടവരെല്ലാവരും. ഇതൊന്നും കണ്ടെത്താൻ ഈ ഷിൻബെറ്റിന് കഴിയുന്നില്ല. ഇങ്ങനെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് ഇവന്മാരും വേസ്റ്റ് ആണ് എന്ന് വേണം പറയാൻ. എവിടെയെങ്കിലും ഒരു സ്ഫോടനം നടന്നിട്ട് അവിടെ പോയി കണ്ടെത്തുക എന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമില്ല. അത് പോലീസ് മതി. ഇത്തരം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അറിയിക്കുക എന്നുള്ളതാണ് ഒരു ഇന്റലിജൻസ് ഏജൻസിയുടെ ഉത്തരവാദിത്വം എന്നുള്ളത്. അത് ഈ ഷിൻബെറ്റിന് കഴിയുന്നില്ല. അവർ സ്ഫോടനം നടന്നു കഴിയുമ്പം അവിടെ പോയി നോക്കി നിന്നിട്ട് അല്ലെങ്കിൽ അവിടെ കുറെ തപ്പിയെടുത്തിട്ട് ഇത് ഇന്ന ആൾക്കാരാണ് ചെയ്തത് എന്നെന്തെങ്കിലും പറയുന്നല്ലാതെ അവർക്ക് നേരത്തെ ഇത് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2023 സെപ്റ്റംബർ 7 ഹമാസ് ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തുകയും അവരുടെ ആളുകളെയൊക്കെ കൊല്ലുകയൊക്കെ ചെയ്തത് മൊസാദിന്റെയും ഷിൻബെറ്റിന്റെയും കൂട്ടായ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ഇത് കണ്ടെത്താൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതിലൂടെ ഈ രണ്ട് കൂട്ടരും കനത്ത പരാജയമാണ് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇവരെല്ലാം മറികടന്ന് മറ്റൊരു ഏജൻസി ഇസ്രായേലിനുണ്ട് എന്നുള്ളതാണ്. അത് അമാൻ എന്നുള്ളതാണ്. അവരുടെ ഉത്തരവാദിത്വം സൈനികമായ മുന്നറിയിപ്പുകൾ നൽകുക എന്നുള്ളതാണ്. അത് ഇസ്രായേലിൻ്റെ കര, വ്യോമ, നാവിക സേനകളുമായിട്ട് ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് ഉള്ള മുന്നറിയിപ്പുകളാണ് ഇത് നടത്തുന്നത്. ഈ അമാൻ എന്ന ഇന്റലിജൻസ് വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലെ ഭീഷണിയാകുന്ന സൈനിക നീക്കങ്ങൾ, അതുപോലെ അയൽ രാജ്യങ്ങളുടെ അവരുടെ സൈനിക പ്രതിരോധ ശേഷി, അതുപോലെ ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്ന ഈ സംഘടനകളിലെല്ലാം പ്രതിരോധ ശേഷി, ഇതെല്ലാം മുൻകൂട്ടി അറിയിക്കുക എന്നുള്ളതാണ് ഈ അമാൻ എന്ന രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഉത്തരവാദിത്വം. ഈ ഏജൻസിയുടെ മുന്നറിയിപ്പ് പരിഗണിച്ചുകൊണ്ടാണ് ഗാസ പിടിച്ചെടുക്കൽ പദ്ധതിയെ സൈനിസ്റ്റ് സൈന്യം ഭയക്കുന്നത് എന്ന് വേണം പറയാൻ. ഹമാസിന് ഒരുപാട് കാലം യുദ്ധം ചെയ്യാനുള്ള ആയുധശക്തി ഉണ്ട് എന്ന് കണ്ടെത്തിയത് അമാൻ എന്ന ഈ ഇന്റലിജൻസ് ഏജൻസിയാണ്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ സൈനികരെ കൂടുതൽ കൊല്ലാനും അവരെ തട്ടിക്കൊണ്ടു പോകാനും ഒക്കെ സാധ്യതയുണ്ട് എന്ന് മുന്നറിയിപ്പ് നൽകുന്നതും ഈ ഏജൻസി തന്നെയാണ്. തമ്മിൽ ഭേദം തൊമ്മനാണെങ്കിലും നെതന്യാഹുവിന് ഈ മുന്നറിയിപ്പ് അത്ര വലിയ പഥ്യമല്ല എന്നുള്ളതാണ്. സൈന്യത്തിന് യുദ്ധം ചെയ്യാനുള്ള മടിയാണ് ഇതിനെല്ലാം കാരണമെന്നാണ് നെതന്യാഹു ഇതിനെക്കുറിച്ച് കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ നെതന്യാഹു ഇങ്ങനെ ഈ മുന്നറിയിപ്പിനെ വകവയ്ക്കാത്തത് കൊണ്ട് അനേകം സൈനികരാണ് ഇപ്പോൾ പെട്ടിയിൽ ഗസയിൽ നിന്നും ഇസ്രായേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാം കൊന്നൊടുക്കുകയാണ് ഹമാസ്. മൊസാദിന്റെ ഓപ്പറേഷനെ കുറിച്ചും അവരുടെ വിജയത്തെക്കുറിച്ചും ഒക്കെയാണ് ലോകത്ത് എന്നും ചർച്ചകൾ നടക്കുന്നത്. അവരുടെ പരാജയത്തെക്കുറിച്ച് ആരും എങ്ങും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ്. മൊസാദ് കൊടുത്ത തെറ്റായ വിവരം കൊണ്ടാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാൻ കാരണമായത്. അതവർക്ക് വൻ നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. അവരുടെ മിസൈലുകളുടെ ശക്തി കണ്ടെത്താൻ മൊസാദിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇറാന് ആൾനാശം കൂടിയെങ്കിലും ഇസ്രായേലിന് അടിസ്ഥാനപരമായി ഒരുപാട് നഷ്ടമാണ് ഈ ഇറാൻ വരുത്തി വെച്ചിട്ടുള്ളത്. അതിൽ പ്രധാനം ഇസ്രായേലിലെ സയന്റിസ്റ്റുകൾ വർഷങ്ങൾ കൊണ്ട് തയ്യാറാക്കി വെച്ച അവരുടെ മെഡിക്കൽ സയൻസിന്റെ അനേകം കണ്ടുപിടുത്തങ്ങളാണ് ഒറ്റയടിക്ക് ഇറാൻ തകർത്ത് കളഞ്ഞത്. പിന്നെ ഇറാന്റെ ആക്രമണത്തിൽ കെട്ടിടങ്ങൾ തകർന്നു വീണതോടെ 10,000-കണക്കിന് ആളുകളാണ് കിടപ്പാടം പോലും ഇല്ലാതായത്. ഇസ്രായേലികൾ അവരുടെ ശക്തിയിൽ വളരെയധികം അഹങ്കരിച്ചിരുന്നു, അതല്ലെങ്കിൽ ആഹ്ലാദിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം ആരും ഞങ്ങളെ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു സുരക്ഷയുടെ കാര്യത്തിൽ ഇവർക്ക് ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് ഇവർക്ക് ഇസ്രായേലിൽ എവിടെയും താമസിക്കാനുള്ള ഒരു ധൈര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇറാന്റെ ഒരൊറ്റ ആക്രമണം ഈ ആത്മവിശ്വാസത്തെ മുഴുവൻ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. അനേകം പേർക്ക് വീട് പോലും ഇല്ലാതായി, കിടക്കാൻ സ്ഥലമില്ലാതായി. മൊസാദിന്റെ ഹെഡ് ഓഫീസ് പോലും ഇറാൻ ആക്രമിച്ച് തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ എയർപോർട്ടുകൾ, അവരുടെ ആണവ കേന്ദ്രങ്ങൾ, ഇതെല്ലാം കേന്ദ്രീകരിച്ചും ആക്രമണമുണ്ടായി. നിലവറകൾ തകർന്നു, അതിലൂടെ അപകടമുണ്ടായി. അങ്ങനെ ഒരുപാട് വലിയ വലിയ നഷ്ടങ്ങളാണ് ഇസ്രായേലിന് സംഭവിച്ചിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം
മൊസാദിനാണുള്ളത്. അവരുടെ മുന്നറിയിപ്പിന്റെ തകരാറ് കൊണ്ടാണ് ഈ യുദ്ധത്തിലേക്ക് നെതന്യാഹുവിനെ എടുത്ത് ചാടേണ്ടി വന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നൊരു മുന്നറിയിപ്പ് മൊസാദ് കൊടുത്തിരുന്നെങ്കിൽ നെതന്യാഹു ഒരു അല്പം ഒന്ന് വലിഞ്ഞു നിന്നേനെ. പക്ഷേ ഇത് ആത്മവിശ്വാസം കൂടിപ്പോയി. ഇറാൻ നമ്മളെ ഒന്നും ചെയ്യില്ല, അവരങ്ങനെയാണ്, അവർക്ക് ഒരു കഴിവില്ല, ചുമ്മാ വാചകടി മാത്രമേ ഉള്ളൂ എന്നൊക്കെ മൊസാദ് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടാണ് നെതന്യാഹു ധൈര്യമായിട്ട് ഒറ്റയടിക്ക് ആരോടും ചോദിക്കാതെ പോയിട്ടൊക്കെ അടിച്ചിട്ട് വന്നത്. ഈ ആക്രമണത്തിലൂടെ അവർ ഉദ്ദേശ ലക്ഷ്യം നേടിയിരുന്നെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു. എന്നാൽ അത് നേടിയില്ല എന്നുള്ളതാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്നുള്ളതാണ് നെതന്യാഹു ആക്രമണം കൊണ്ട് ഉദ്ദേശിച്ചത്. അതൊന്നും സംഭവിച്ചില്ല. ചെറിയ ചെറിയ പരിക്കുകൾ പറ്റിയെന്നല്ലാതെ ആണവ കേന്ദ്രത്തിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അവസാനം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒക്കെ സമ്മതിക്കേണ്ടി വന്നു. തന്നെയുമല്ല, അമേരിക്കൻ B-2 ബോംബറിന്റെ വിശ്വാസ്യതയെ പോലുമാണ് ഈ ആക്രമണം ചോദ്യം ചെയ്യാൻ കാരണമായത്. ഇതെല്ലാം മൊസാദിന്റെ ഇന്റലിജൻസ് പരാജയം തന്നെയാണ്. തന്നെയുമല്ല, മൊസാദിന്റെ 100 കണക്കിന് ഏജന്റുമാരെയാണ് ഈ ആക്രമണത്തിന് ശേഷം മൊസാദിന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇവരെല്ലാം ഇറാൻ പിടികൂടിയാണ് ഉണ്ടായത്. അതുപോലെ ഇറാന്റെ നിർണായക ചില മേഖലകളിൽ ജോലി ചെയ്തിരുന്ന മൊസാദ് ഏജന്റുമാരെ ഇറാൻ തിരിച്ചറിയുകയും അവരെല്ലാം തൂക്കിക്കൊല്ലുകയൊക്കെ ചെയ്തതോടുകൂടി വർഷങ്ങളായി ഇതിലൂടെ ഇറാന്റെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടിരുന്ന മൊസാദിന് വലിയ നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. തന്നെയുമല്ല, ഇറാനിലെ ഏതാണ്ടൊക്കെ മൊസാദ് ചാരന്മാരെ ഇതിനകം തന്നെ ഇറാൻ പൊക്കിക്കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ കുറ്റം ചെയ്തവനെല്ലാം അപ്പം കൊല്ലുകയും അല്ലാത്തവനെ പിടിച്ച് ജയിലിടുകയാണ് ചെയ്തിരിക്കുന്നത്. വർഷങ്ങൾ കൊണ്ട് ഇറാനിൽ ഒപ്പിച്ചെടുത്ത ഒരു വലിയ ചാര ശൃംഖലയാണ് ഇറാൻ തകർത്ത് കളഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഇതാണ് മൊസാദിന് വലിയ നഷ്ടം എന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. ഇനി അവർക്ക് അതുപോലെ ഒന്ന് സംഘടിപ്പിച്ച് വരണമെങ്കിൽ വീണ്ടും കാലങ്ങളെടുക്കും. ഇറാന് മേലെ ഒരു വിജയം നേടാൻ കഴിയാത്തതിന് നെതന്യാഹു മൊസാദിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ആഭ്യന്തര ഇന്റലിജൻസ് ഏജൻസി ആയിട്ട് പോലും ഷിൻബെറ്റിന്റെ വിവരങ്ങളെ ആശ്രയിച്ചാണ് ഇക്കഴിഞ്ഞ ദിവസം ഖത്തറിൽ നെതന്യാഹു ഒരു ആക്രമണം നടത്തിയത്. അതും പരാജയപ്പെട്ടിരിക്കുകയാണ്. ഹമാസിന്റെ ഒരൊറ്റ ഉന്നത നേതാക്കളെ പോലും ഇവർക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല എന്നതിലൂടെ ഈ ഷിൻബെറ്റിന്റെ മേലുള്ള വിശ്വാസവും നെതന്യാഹുവിന് പോയിരിക്കുകയാണ്. തന്നെയുമല്ല, ഖത്തറും മറ്റ് അറബ് രാജ്യങ്ങളും ഒക്കെ ആയിട്ടുള്ള സൗഹൃദവും കൂടിയാണ് ഈ ആക്രമണം കൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ വളരെയധികം സഹായികളായിരുന്ന ഈ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ ഇപ്പം ഉപരോധം ഏർപ്പെടുത്താനുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ദോഹയിൽ വെച്ച് നടന്ന സമ്മേളനത്തെ മന്തി നിന്ന് പിരിഞ്ഞിട്ടുള്ളത്. അവർക്കെല്ലാം ഇപ്പം ഇറാനെ വലിയ വിശ്വാസമായിരിക്കുകയാണ്. ഇസ്രായേലിനെ ഇറാനെ അടിച്ചു തോൽപ്പിക്കാൻ കഴിയാഞ്ഞതിലൂടെ ഇസ്രായേലിന് പെട്ടെന്നൊന്നും ഇറാനെ ആക്രമിച്ച് കീഴടക്കാൻ കഴിയില്ല എന്നൊരു വിശ്വാസം അറബികൾക്കിടയിൽ പൊതുവെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ സമ്മേളനത്തിൽ ഇറാനെ കൂടുതൽ ആശ്രയിക്കാനുള്ള ഒരു തീരുമാനം കൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇസ്രായേലിലെ എല്ലാ ഇന്റലിജൻസ് ഏജൻസികളും പരാജയപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇതൊക്കെ. 2 കൊല്ലമായിട്ടും ഹമാസിന്റെ കയ്യിലുള്ള ജൂത ബന്ദികളെ പോലും കണ്ടെത്താൻ കഴിയാത്ത മൊസാദ് ഇനി എത്ര വലിയ അന്വേഷണ ഏജൻസിയാന്ന് പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവുമില്ല. ഏതെങ്കിലും ഒരു ദരിദ്ര രാജ്യത്ത് കയറിയിട്ട് അവിടുത്തെ ഒരു ഉന്നത നേതാവിനെ കൊന്നു അല്ലെങ്കിൽ ആക്രമിച്ചു എന്നൊക്കെ പറയുന്നത് വലിയ വീരവാദമൊന്നുമല്ല. സ്വന്തം രാജ്യത്തിന് പ്രയോജനമില്ലെങ്കിൽ ഈ ഏജൻസി കൊണ്ടൊക്കെ എന്താണ് പ്രയോജനം? അതുകൊണ്ട് മൊസാദിന്റെ തലപ്പത്ത് ഇപ്പോൾ വലിയൊരു അഴിച്ചുപണിക്ക് നെതന്യാഹു തയ്യാറെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാർത്തകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.